ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പിന്നിൽ ഗ്രാസ് നന്നായിട്ട് വളർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ കിട്ടുന്ന നമ്മുടെ ബാലൻസ് കട്ടിങ് പില്ലുകളില്ലേ, അപ്പോൾ അതിനെ ഞാനൊരു ഡ്രമ്മിലേക്ക് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് അത് നമുക്ക് ചെടിക്ക് തന്നെ വളമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഗാർഡനൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ചധികം നമ്മൾ പ്ലാവിൻ്റെയും ഒക്കെ പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. ഗാർഡൻ ആകുമ്പോൾ ക്ലീനിങ് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേസ്റ്റും വരും. നമ്മൾ ഈ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ വെട്ടി ഒരു 3 മാസം 6 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രാസ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കട്ട് ചെയ്യുന്നത് കളയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഒന്നുകിൽ അത് ഉണക്കിയിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ അതിപ്പോൾ ബുദ്ധിമുട്ടായത് കാരണം ഞാനത് നേരത്തെ ഒരു ചാക്കിനുള്ളിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ ഞാനൊരു ബാരലിനകത്തേക്ക് ആക്കുവാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ചെയ്ത് നോക്കണം. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയല്ല, കുറേ അധികം ഞാൻ അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ബാക്കി കട്ട് ചെയ്യാനും ഉണ്ട്. ഇപ്പോൾ ഈ കുറച്ച് സംഭവം ഇട്ട് കാണിക്കാം. ഇതിപ്പോൾ ഇന്ന് ഗാർഡൻ ഫുള്ള് ക്ലീൻ ചെയ്ത വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വാഴയൊക്കെ വെട്ടിയതിൻ്റെ ഇല, അതിൻ്റെ വാഴയുടെ തട എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലിൽ കൂടിയാണ് ഇതും വെക്കേണ്ടത്. ഇത് പക്ഷേ താന്ന് പോകും കേട്ടോ. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക് താന്ന് പോകും. ഇത് നിറച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത്, ഇവിടെ ഇങ്ങനെ നിറയെ ക്ലീൻ ചെയ്ത വേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴയുടെ മൂട്ടിൽ നിന്ന് കൊല വെട്ടിയിട്ടുള്ള വേസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ കന്നുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം വെട്ടി ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. ഇത് നമുക്ക് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ